പിന്നെ എൻ്റെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പാണ്. അതെന്നേതാ കൊണ്ട് എല്ലാം കൃഷി ഇതെല്ലാം വിളച്ചു കൊണ്ടിട്ട് ഇതിനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ടാണ് ഇതിന് ഉണക്കി നമ്മൾ പിന്നെ പുഴുങ്ങി ഉണക്കിയാണ് ഇത് എടുക്കുക. സാധാരണ ചിലരൊക്കെ പിന്നെ പുഴുങ്ങാതെ ഇത് പൊടിക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പുഴുങ്ങി ഉണക്കി പൊടിക്കുക. കാരണം എന്നാലേ അത് ചീത്തയാകാതെ ഒരു വർഷത്തിലധികം ഇത് ഇരിക്കും. പൊടി ചീത്തയാകാതെ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക. കണ്ടോ ഇത് കണ്ടോ, ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അപ്പം മഞ്ഞൾ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്ത് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഗുഡ് ബൈ.